السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലെ 11ാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. 9-നും 10-നുമൊക്കെ നോമനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രീതി കാംക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ആളുകൾ 11-ന് കൂടെ നോമനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ നിന്നും മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചതിൽ നിന്നും വ്യക്തമായും കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുഹറം 9-ന് നോമനുഷ്ഠിച്ചവർ 10-ന് നോമനുഷ്ഠിച്ച് ഇനി 11-നും നോമനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്ത് തന്നെയാണ്. 9-ന് അനുഷ്ഠിച്ചു എന്നുള്ളത് കൊണ്ട് 11ാമത്തെ നോമ്പ് സുന്നത്തിൽ ആവാതെ വരുന്നില്ല എന്നാണ് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം മഹാനായ ഇമാം ബൈഹഖി, ഇബ്നു ഹജർ തുടങ്ങിയ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂമു ഖബ്ലഹു യൗമൻ വ ബഅദഹു യൗമ. മുഹറം 10-ൻ്റെ മുമ്പുള്ള ദിവസമാകുന്ന 9-നും ശേഷമുള്ള 11-നും നിങ്ങൾ നോമനുഷ്ഠിക്കുക എന്ന് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ആഷൂറ ദിവസത്തിൽ നിങ്ങൾ നോമനുഷ്ഠിക്കുക. യഹൂദികളുടെ എതിരാവാൻ വേണ്ടി മുമ്പോ അതിനു ശേഷമോ ഓരോ ദിവസവും നോമനുഷ്ഠിക്കുക എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9-ന് നോമനുഷ്ഠിക്കാൻ കഴിയാതെ പോയവർക്ക് 11-ന് എന്തായാലും നോമനുഷ്ഠിക്കൽ സുന്നത്ത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ വന്നതുപോലെ ഈ 9-ന് നോമനുഷ്ഠിച്ച വ്യക്തിയാണെങ്കിൽ തന്നെയും 10-ഉം 11-നും കൂടെ നോമനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്ത് തന്നെയാണെന്ന് ഇത്തരം വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ മുഹറം മാസം മൊത്തത്തിൽ പൂർണ്ണമായും നോമനുഷ്ഠിക്കുക എന്നുള്ളത് റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമനുഷ്ഠിക്കാൻ ശ്രേഷ്ഠതയുള്ള മാസമായി നമ്മോട് പഠിപ്പിക്കപ്പെട്ടപ്പോൾ മുഹറം മാസം അതിന് മാത്രം വലിയ പവറുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള, ഇബാദത്തുകൾക്ക് വലിയ സ്വീകാര്യതയുള്ള, വലിയ മഹത്വമുള്ള മാസമായതുകൊണ്ട് തന്നെ മുഹറത്തിലെ 9-ഉം 10-ഉം 11-നും തുടങ്ങിയിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നോമനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായും കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം നന്മകൾ, നോമ്പടക്കമുള്ള വിശുദ്ധ ഖുർആൻ പാരായണവും ഇഅ്തികാഫും ദാനധർമ്മങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനയും തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മഹത്തായ മാസത്തിൻ്റെ നന്മകൾ വാരിക്കൂട്ടാൻ നമുക്ക് സാധ്യമായാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതേറ്റവും വലിയൊരു തൗഫീഖായി മാറുകയാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമ്മുടെ നന്മയുടെ ഭാഗം ഭാരം കൂടാൻ വളരെയധികം നമ്മെ സഹായിക്കുന്ന മഹത്തായ ഈ മുഹറം മാസം നന്മകളാൽ നമുക്ക് മുതലെടുപ്പ് നടത്താൻ സാധിച്ചാൽ നാമാണ് ഏറ്റവും കൂടുതൽ വിജയം വരിച്ചവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച മാസങ്ങളെ, വ്യക്തികളെ, വസ്തുക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിൽ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും അതുവഴി ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത് ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാനൊക്കെയുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.